സ്ത്രീ ശാക്തീകരണത്തിൽ ലോകത്തിനു മുൻപിൽ കേരളത്തിന്റെ അഭിമാനമായ കുടുംബശ്രീക്ക് ആദരമൊരുക്കി കേരള വിഷൻ. നാടിന് മാതൃകയായ കുടുംബശ്രീ പ്രവർത്തകർക്ക് കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകൾ വിതരണം ചെയ്തു. ജില്ലയിലെ വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭകർക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത്. വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ മേഖലയിൽ കൈവരിച്ച നേട്ടം പ്രശംസനീയമാണെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ സാമ്പത്തിക നയത്തിന്റെ വക്താക്കളാണ് കുടുംബശ്രീ പ്രവർത്തകരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയെ ഒരിക്കൽ കൂടി അവരുടെ മഹത്വം സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണിത്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലകളിൽ മത്സരങ്ങൾ നടത്തി മികച്ച നേട്ടമുണ്ടാക്കിയവരെ കണ്ടെത്തി അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആദരിക്കുന്ന അതീവ മനോഹരമായ ഒരു ചടങ്ങിന് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാനതല പരിപാടിയിൽ സംസ്ഥാന തലത്തിലുള്ള വിജയികളെ ആദരിക്കുകയും ചെയ്യും. ഇതിന് നേതൃത്വം നൽകിയ കേരള വിഷൻ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയും. കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, കേരളത്തിന്റെ അഭിമാനമായ കുടുംബശ്രീക്കാണ് ആദരമൊരുക്കിയിരിക്കുന്നത് കേരള വിഷൻ. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ആതിര, ഒരുപക്ഷെ മാധ്യമ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ത്രീയെ ആദരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച കുടുംബശ്രീ പ്രസ്ഥാനത്തിനാണ് കേരള വിഷൻ ആദരവ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു അവാർഡ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് മുഴുവൻ സ്ത്രീ സമൂഹത്തിനുമുള്ള ഒരു അംഗീകാരമായി മാറി എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ തികഞ്ഞ മികവോടെ അവർക്ക് ആദരമൊരുക്കി ധനമന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച 10 കുടുംബശ്രീ സംരംഭങ്ങൾ അത് കൃത്യമായ രീതിയിൽ കണ്ടെത്തി, ജഡ്ജ്മെന്റിലൂടെ കണ്ടെത്തി അതേസമയം അവിടെ നേരിട്ട് ചെന്ന് പരിശോധന നടത്തിയാണ് ഇതിന്റെ വിധിനിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ മികച്ചതായി സംഘടിപ്പിച്ചത്. സുസ്ഥിര പ്രകൃതി സൗഹൃദ വിനോദസഞ്ചാര ഇനത്തിൽ പുരസ്കാരം ഹരിയാലി കാർബൺ ന്യൂട്രൽ പാർക്കാണ് അർഹമായത്. കാർഷിക രംഗത്തെ മികവ് തെളിയിച്ച കുടുംബശ്രീ യൂണിറ്റുള്ള അവാർഡ് ഗ്രീൻ ടെക്നോളജി ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികച്ച പുരസ്കാരം നന്മ നാളികേര സംസ്കരണ യൂണിറ്റ് നേടി. മാലിന്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള പുരസ്കാരം ഹരിതതീരം ജൈവമാലിന്യ പ്ലാന്റും IT രംഗത്തെ മികവിനുള്ള പുരസ്കാരം ടെക്നോ വേൾഡ് നേടി. ഒപ്പം തന്നെ കരകൗശല രംഗത്തെ മികവിനുള്ള പുരസ്കാരം കൊസീനിയ നേടി. കൂടാതെ പ്രത്യേക ജൂറി പുരസ്കാരങ്ങളും ഉണ്ടായിരുന്നു. അത് മാലിന്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള പുരസ്കാരം വെണ്മയും IT രംഗത്തെ പുരസ്കാരം ഗ്രീൻ ലൈഫ് സീനിയർ സിറ്റിസൺ കെയർ ആൻഡ് വിമൻസ് ഡെവലപ്മെന്റും നേടി. വെന്റേട ഏറ്റവും സമ്മാനിച്ചത്. ഇതിൽ പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. MLA ആണ് അധ്യക്ഷത വഹിച്ചത്. ചെയർമാൻ കൂടിയായ സംഘാടക സമിതി ചെയർമാൻ KUBിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PV സുരേഷ്, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സീനിയർ VP ആയിട്ടുള്ള PK ഉണ്ണിക്കോസും, ന്യൂസിന്റെ ചെയർമാൻ വിജയ് കാട്ടാടി, COA കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് KP സച്ചിദാനന്ദൻ സംബന്ധിച്ചു. മാത്രമല്ല ചലച്ചിത്ര താരം താരങ്ങളെല്ലാം തന്നെ ഈ ഒരു അവാർഡ് ഇന്ത്യക്ക് മാറ്റിലേക്ക് രംഗത്ത് വന്നു. കുടുംബശ്രീ അംഗങ്ങളും ഒപ്പം തന്നെ ചലച്ചിത്ര താരങ്ങളെല്ലാം വലിയ കലാപരിപാടി ഈ ഒരു പരിപാടിക്ക് നിലവിൽ ആദരമൊരുക്കി കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡാണ് വിതരണം ചെയ്തത്. മന്ത്രി എ.കെ. ശശീന്ദ്രനാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR.